സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ്. പൈനാപ്പിൾ പല വിധത്തിൽ ചെയ്യാം. നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല പല സാധനങ്ങൾ പുഡിങ്ങിന് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ പൈനാപ്പിൾ സീസണാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എത്രയും അത് എടുത്ത് ഇത് ഉണ്ടാക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഉപ്പിലിട്ടതിനാണ്. ഞാൻ ഉപ്പിലിട്ടതിന് ഇത് അങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കണ്ടോ. അതുപോലെ അതിൽ കാന്താരി, ഇത് വീട്ടിലുണ്ടായ കാന്താരിയാണ്, വെള്ള കാന്താരിയാണ് കണ്ടോ. അതിൻ്റെ ഞെട്ട് പോലും കളയാണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്തിട്ട്, ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഇതിന് പറ്റിയ 2 സ്പൂൺ 3 സ്പൂൺ ഉപ്പിടണം. ഉപ്പിട്ടു. ഇനി എന്താ ചെയ്തിട്ട് ഇതിൽ ബ്ലാക്ക് സോൾട്ട് ഇടണം. കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇടണം കേട്ടോ. കുറച്ചിട്ടാൽ മതി, സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. കുറച്ചിട്ട് ബ്ലാക്ക് സോൾട്ട് ഇതായിരിക്കണം. ബ്ലാക്ക് സോൾട്ടിൽ നിന്ന് 2 കഷ്ണം ഇതിലിട്ടു. പിന്നെ കുറച്ച് വിനീഗർ ഒഴിക്കണം. കുറച്ച് വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചാൽ മതി കേട്ടോ. 1 സ്പൂൺ 2 സ്പൂൺ ഇട്ടാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പച്ചമുളക് ഇതിലുണ്ട്. ഇനി നമുക്ക് ബോട്ടിലെടുക്കട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിലിടാം. 1 2 3. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിൽ അരിയാട്ടോ. ഞാൻ എങ്ങനെ അരിയണമെന്ന് മാത്രം. നിങ്ങൾക്ക് റൗണ്ടോ ഷേപ്പ്, കുപ്പിയുടെ ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 4 5 ഇത് വലിയ കഷ്ണമായി. 6 8 ഒക്കെ. ഇനി നോക്കൂ, കാന്താരി. ഈ കാന്താരിയുടെ ഞെട്ടി പോലും പൊട്ടിക്കണ്ട കേട്ടോ, അങ്ങനെ തന്നെ ഇടും. ഇനി കുറച്ച് പഞ്ചസാര ഇടാതെ അത് ഈ വെള്ളത്തിലിട്ട് കാന്താരി മുഴുവൻ ഇട്ടു ഞാൻ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, എരിവ് നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇനി ഉപ്പിട്ടു. ഇനി ഇതിലെന്താ, പഞ്ചസാര കുറച്ച് കൂടുതലിടണം. ടേസ്റ്റ് ഇതിന് ഭയങ്കര ടേസ്റ്റ്, നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഉപ്പിലിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, വണ്ടികളിലൊക്കെ ഉന്തി കൊണ്ടുപോകുന്നത് ആൾക്കാർ. പൈനാപ്പിൾ, നെല്ലിക്ക കാണുമ്പോൾ നമുക്ക് തന്നെ വായിൽ വെള്ളം വരും. അതെന്നിട്ട് ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കോരി എടുത്ത് തരുമല്ലേ, അല്ലേ? കണ്ടിട്ടില്ലേ? ബീച്ചുകളിലും റോഡുകളിലും പല സ്ഥലത്തും വിൽക്കാൻ നടക്കുന്നുണ്ട്. പല കടകളിലും ഉണ്ട് നെല്ലിക്ക, നാരങ്ങ, മാങ്ങ. അതൊക്കെ പറയുമ്പോൾ എന്ത് സ്വാദം കാണുമ്പോൾ. നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു നെല്ലിക്കക്കാരുണ്ടായിരുന്നു. അയാളായിരുന്നു അന്നപ്പോൾ പണ്ടൊക്കെ ഞാൻ പോയിട്ട് നെല്ലിക്ക വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അന്നത്തെ പണ്ട് കാലത്തേ ഉണ്ട് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതിലൊഴിക്കും കേട്ടോ. നോക്കൂ, ഇതിങ്ങനെ മൂടണം കേട്ടോ. വെള്ളം ശരിക്കും ഇത് എന്നിട്ട് അടച്ച് ഒരു 48 മണിക്കൂർ വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. 48 hours ഇരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം. വളരെ നല്ലതാണ്, വളരെ ഗുണങ്ങളുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതാ നമ്മുടെ പൈനാപ്പിൾ ഞാൻ ഉപ്പിലിട്ട് കഴിഞ്ഞു. വളരെ സ്വാദുള്ളതാണ്. കാന്താരിയാണ് ഇട്ടിരിക്കണേ. 48 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം അത് എടുത്ത് ഓരോ കഷ്ണം കഴിക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് നിന്ന് വരുമ്പോൾ ഓരോ കഷ്ണം, വലിയവർക്ക് ഓഫീസ് വിട്ട് വരുമ്പോൾ, വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്നും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അത് വലിയ കുപ്പിയിലാക്കിയിട്ട്, വലിയ ബോട്ടിലാക്കിയിട്ട്, വലിയ ഭരണിയിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ കുറേ കാലം ഇരിക്കും. ഇതിന് ഒരു കേടും വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ഒഴിച്ചത്. കറുത്ത ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് വളരെ നല്ലതാണ്. നല്ല സ്വാദാണ്, വളരെ നല്ല സ്വാദാണ്. ആ എരിവും പുളിയും ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് ഉപ്പൊക്കെ കണ്ടില്ലേ ബോട്ടിൽ. ഇത് ഇനി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല എല്ലാവർക്കും ഷെയർ ചെയ്യുമോ, എല്ലാവരും അറിയട്ടെ. ഇപ്പോൾ പൈനാപ്പിൾ സീസണിന് പൈനാപ്പിളിന് വില വളരെ കുറവാണ്. വളരെ നല്ല പൈനാപ്പിൾ കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.